എല്ലാവർക്കും ഡ്രാമ റിവ്യൂവിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ചൈനീസ് ഡ്രാമയുടെ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. മണി മൈ ലവ് എന്ന് പറഞ്ഞൊരു ചൈനീസ് ഓൺഗോയിങ് ഡ്രാമയാണ്. ഇപ്പോൾ നമ്മുടെ ഹീറോയിനെ ഒരാൾ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് ഈ പെൺകുട്ടി വന്ന് അവനെ രക്ഷിക്കുന്നുണ്ട്. കറക്റ്റ് സമയത്ത് ആ പെൺകുട്ടി വന്നതുകൊണ്ട് തന്നെ അവൻ്റെ ജീവൻ രക്ഷിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ആ ഫൈറ്റിനിടയിൽ അവൻ്റെ ഹെഡിലൊരു ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നു. അത് കാരണം അവളുടെ മുമ്പിൽ വെച്ച് തന്നെ അവൻ ഫെയിൻ്റായിട്ട് വീഴുന്നുണ്ട്. ഈ പെൺകുട്ടിക്ക് അവനെ അവിടെ ഉപേക്ഷിച്ച് പോകാൻ തോന്നിയില്ല. അതുകൊണ്ട് തന്നെ അവൾ അവിടെയുള്ളൊരു ക്ലിനിക്കിൽ അവനെ കൊണ്ടുപോയിട്ട് അവന് വേണ്ട ഫസ്റ്റ് എയ്ഡും ട്രീറ്റ്മെൻറ്റും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഡോക്ടർ പറയുകയാണ് മരുന്നിൻ്റെ സഡേഷൻ കാണും, അതുകൊണ്ട് തന്നെ അവൻ കുറച്ച് നേരം നന്നായിട്ട് ഉറങ്ങി റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ അവനെ ഉപേക്ഷിച്ച് പോകാൻ അവൾക്കും തോന്നിയില്ല. അവന് ബോധം തെളിയുന്നത് വരെയും അവൾ അവൻ്റെ കൂടെ നിന്ന് അവന് വേണ്ട കെയർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ റെസ്റ്റ് എടുക്കുന്ന സമയത്തൊക്കെ അവൻ പോലും അറിയാതെ അവൻ കരയുന്നുണ്ടായിരുന്നു. ആ കരയുന്ന സമയത്തൊക്കെ ഇവൾ അവനെ സമാധാനിപ്പിക്കുകയും അവൻ്റെ മൈൻഡ് റിലാക്സ് ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. ഒരു കൊച്ചു കുഞ്ഞിനെ നോക്കുന്നത് പോലെ അവനെ നോക്കുന്നുണ്ടായിരുന്നു. അവസാനം അവളെ കൈ പിടിച്ചിട്ടാണ് അവൻ കിടന്നുറങ്ങുന്നത്. അവളെ കൈ പിടിച്ച് കിടന്നുറങ്ങുമ്പോൾ അവന് വല്ലാത്ത രീതിയിലൊരു കംഫർട്ട് ലഭിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ കരച്ചിലും അവൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. അവൻ കരയുന്നത് നിർത്തിയത് കൊണ്ട് തന്നെ അവളെ കൈ പിടിച്ച് ഉറങ്ങാൻ വേണ്ടി അവനും അനുവദിക്കുകയാണ്. അവൾ അവനെ നോക്കുമ്പോൾ അവൻ വളരെ ക്യൂട്ടായിട്ട് ഫീൽ ചെയ്യുകയാണ്. അവർക്കിടയിലൊരു പ്രണയം ഉണ്ടാകുമോ ഇല്ലേ എന്നൊക്കെ വരും എപ്പിസോഡിൽ നമുക്ക് കണ്ട് മനസ്സിലാവും. ഇവരെങ്ങനെയാണ് ഒന്നിക്കുന്നത്, ഇവരെ ലവ് സ്റ്റോറി എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡിൽ കണ്ട് മനസ്സിലാക്കാം. ഇപ്പോൾ 2 എപ്പിസോഡ് മാത്രമേ റിലീസ് ചെയ്തിട്ടുള്ളൂ. ഈ ഡ്രാമയുടെ കൂടുതൽ സ്റ്റോറീസൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ട് മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. ഡ്രാമയിൽ വേറെയും 6 സീൻസ് ഉണ്ടെങ്കിൽ ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്